ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പോ നമ്മുടെ MVD ഒക്കെ ഒരുപാട് അവാർഡ്സ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതെങ്ങനെയാ അവരുമായിട്ടൊക്കെ ഉള്ളൊരു അല്ല അവർക്കും അറിയാലോ. ഞാൻ ഇപ്പൊ അവര് വരുന്ന സാറന്മാരെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ സ്ഥാപനത്തിൽ എത്രയോ ആൾക്കാർ ലൈസൻസ് എടുക്കുന്നുണ്ട്, എത്രയോ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, എത്ര സ്റ്റാഫുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്ക് അവർക്കും അറിയാം. അപ്പൊ അങ്ങനെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർക്കും കൂടി തോന്നുമല്ല. ചെയ്തില്ലെങ്കിലും മോശമാണ്. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാർ നമ്മളെ അംഗീകരിക്കുമ്പോൾ നമ്മളുടെയും കാശ് കൊണ്ടാണ് അവരും ജീവിക്കുന്നത്. അപ്പൊ അവര് അതിനോട്ട് ആ സന്തോഷം. ഏത് കാലഘട്ടത്തിലായിരുന്നു അമ്മയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയത്? ഇപ്പൊ ഒരു അധികം ആയിട്ടില്ല, 2021 അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ്. പിന്നെ ഈ വനിതാ അവാർഡ്സ് ഇപ്പൊ എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ട്. കാശൊക്കെ കിട്ടാറുണ്ട്. അല്ല, അതൊരു നല്ലൊരു അംഗീകാരമല്ലേ, നമ്മൾ എടുത്തൊരു എഫേർട്ടിന് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ. കാര്യം ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ അമ്മയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും അതാണ് പറയണത്. എന്നെ കാണുമ്പോ അമ്മക്ക് പിന്നെ പഠിക്കാൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന ലേഡീസ് ഉണ്ട്, ഒരു ലീവിന് വരുമ്പോ ഒരു ദിവസം ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോകാന്നും പറഞ്ഞു തന്നെ. അമ്മയുടെ ഇത് കാണുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമാണ്. പഠിച്ചിട്ടുണ്ടാവും, ലൈസൻസും എടുത്തിട്ടുണ്ടാവും, പക്ഷെ വണ്ടി ഓടിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടായില്ല. നമുക്ക് കൂടുതലും വരുന്ന സ്ത്രീകളാണോ അതെ അങ്ങനെ? അല്ലല്ല, ഈ ജോലി സാധ്യത ഇപ്പൊ എക്യുപ്മെന്റ്സ് ഇല്ലേ, എക്യുപ്മെന്റ്സിന് ഇപ്പൊ ഫോർക്ക് ലിഫ്റ്റ്, JCB എന്ന് പറഞ്ഞാൽ JCBയുടെ അംഗീകാരമുള്ള ഏക ഡ്രൈവിംഗ് സ്കൂളാണിത്. കമ്പനിയുടെ JCB എന്ന് പറയുന്നത് എക്സ്കവേറ്റർ എന്ന് പറയുന്ന വാഹനമാണ്. പക്ഷെ അത് JCB എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേര്. അവര് നമുക്ക് ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു കാർഡ് കൊടുക്കുക, അതിന്റെ കോഴ്സ് ചെയ്യണം. അത് അവർക്ക് 150 പരം കൺട്രീസിൽ ഇതിന്റെ ഏജൻസി ഉണ്ട്. ഏത് സ്ഥലത്ത് പോയാലും ആ കാർഡ് വിലപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ തേടി വരുന്നുണ്ടല്ലേ. ഇപ്പോഴാണെങ്കിലും നമുക്കിപ്പോ ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ അമ്മയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്താ ആ സമയത്തൊക്കെ തോന്നിയിരുന്നത്? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു സംഭവമായി, രാജ്യം മുഴുവൻ അറിയുന്ന ഒരാളായി എന്നൊക്കെ ഒരു തോന്നി. ഇതിപ്പോ ആൾക്കാർ പറയുമ്പോ മാത്രമേ ഞാൻ അറിയണുള്ളൂ. എന്ന് വെച്ചാൽ പുറത്തുള്ള പഠിക്കാൻ പോയിട്ടുള്ള ഇപ്പൊ കാനഡ, ഓസ്ട്രേലിയ, സ്വീഡൻ എല്ലായിടത്തും പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾ ഓരോരുത്തരും ഈ ഷോട്ടൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇതെൻ്റെ മണിയമ്മേടാ അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിയാണ്. അങ്ങനെ പിള്ളേർക്ക് പോലും അത് ഭയങ്കര ഒരു എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് തന്നെ ഭയങ്കര അഭിമാനമാണ്. അല്ല, അത് നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് അമ്മയെ കാണുന്നതും പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, അഭിമാനമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ വെച്ചിട്ട് എല്ലാവരും ഒരു ഇത് കഴിഞ്ഞ് എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല എന്ന് ചിലവര് വണ്ടിയുടെ പുറകു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പോലും പഠിക്കും. അപ്പോഴാണ് അമ്മ ഇപ്പോഴും, അതും ഞാൻ കണ്ട പല വീഡിയോസിലും അമ്മ സ്പോർട്സ് കാർ വരെ ഓടിക്കുന്നുണ്ട്. അയ്യോ, ശരിക്കും അതൊക്കെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഗൂസ് ബംസ് മൊമെന്റ്. അത് എന്റെ തന്നെയല്ല, എന്റെ കൊച്ചുമോന്റെ അവനാണ് ഈ വണ്ടിയൊക്കെ സംഘടിപ്പിച്ചോണ്ട് വന്നത്, എന്നെ അതിലോട്ട് കൊണ്ടുപോണതൊക്കെ. എന്നാലും അതൊക്കെ ഓടിക്കാൻ പറ്റുമ്പോഴേ നമ്മൾ ചെയ്യണമല്ലോ. അവര് പുറകിലുണ്ടല്ലോ, അപ്പൊ എനിക്കും അറിയാതെ ഒരു ധൈര്യം കിട്ടും. അമ്മ സ്പീഡിലൊക്കെ പോകാറുണ്ടോ? അതെ, അല്ല, അതിനു വേണ്ടി മാത്രമേ സ്പീഡിൽ പോകുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് എന്റെ മക്കള് തന്നെ വണ്ടി ഓടിക്കുമ്പോ സ്പീഡിൽ ഓടിക്കുന്നതിനോട് താല്പര്യം ഇല്ല. എപ്പോഴും സേഫ് ഡ്രൈവിംഗ് താല്പര്യം. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അഗ്രഗണ്യന്മാരാണ്. എന്നുവെച്ചാൽ എത്ര സ്പീഡിൽ പോയാലും ഒന്നും സംഭവിക്കില്ല. നമ്മളിപ്പോ പേടിച്ച് തലകുത്തി പറയും, എന്നാലും അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ അറിയാം. പിന്നെ ഇപ്പോഴത്തെ ഇതില് നമ്മുടെ ഇവിടത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ ഒരു റോഡ് കൾച്ചറിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? റോഡ് കൾച്ചറിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നമ്മളും കൊള്ളൂല, നമ്മുടെ റോഡും കൊള്ളൂല, നമ്മുടെ മിനിസ്ട്രിയും കൊള്ളൂല. അത്രേ റോഡ് നന്നാവണ്ടേ, റോഡ് നന്നാവില്ല. നമ്മളാണെങ്കിൽ റൂൾസ് ഒട്ട് പാലിക്കുകയില്ല. അവിടുന്ന് ഇവിടുന്ന് ഇടയിൽ നിന്നും ഒക്കെ അതിനെ കുറിച്ചൊരു കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടോ നമുക്കൊക്കെ തന്നെ? ഇല്ല. റെഗുലേഷൻസ് ഉണ്ട്, അതില് ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ലൈസൻസ് എടുക്കാൻ മാത്രം വായിക്കണതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിട്ട് പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളും സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങൂല, ഓട്ടത്തിലാണ് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ എന്നതാ പിന്നെ ഡ്രഗ്സിന്റെ ഉണ്ടല്ലോ, ഡ്രഗ്സ്. അപ്പൊ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് നമ്മള് വിചാരിക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആണെന്നാണ്. പക്ഷെ
കൺട്രോളോ നമുക്കില്ല. കാഴ്ചപ്പാടും മങ്ങലാണ്. ഇപ്പൊ നമ്മൾ പുതിയ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വരാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും അത്ര അങ്ങോട്ട് ഫലവത്തായില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ടെസ്റ്റ് നടക്കുന്നത് അവർ പറയുന്ന റൂൾസിൽ തന്നെയാണ് ടെസ്റ്റ് നടക്കുന്നത്. ടഫാണ് കാര്യങ്ങൾ. പക്ഷെ അതുപോലെ പഠിപ്പിച്ച ഇപ്പൊ ഒരു പഠിക്കാത്ത ഒരാളെ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അയാൾ അതാണല്ലോ പഠിക്കുന്നത്. പുതിയതായിട്ട് നമുക്ക് ആ പുതിയ മെത്തേഡിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിച്ച ഒരാളാണ്, തെറ്റായിട്ട് പഠിച്ച ഒരാളാണെങ്കിലും മാത്രമേ അയാളെ നേരെയാക്കാൻ കുറച്ച് പ്രയാസമുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്. റോഡ് റൂൾസ് ഒന്നും അവർക്ക് അവയർനെസ് അല്ല, പക്ഷെ വണ്ടിയെ കുറിച്ച് അവയർനെസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റവും കുറച്ചുകൂടെ അത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാര്യം ഇപ്പൊ നമ്മൾ തന്നെ ചില റോഡുകളിൽ പോകുമ്പോൾ ചില മാർക്കിങ്സ്, പുതിയ പുതിയ ചില മാർക്കിങ്സ്, അതൊന്നും നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു അടുത്തിടെ ഒരു വണ്ടി ഞാൻ ഓടിച്ച്, അതിൽ ഈ ബ്രേക്ക് തന്നെത്താനെ ഈ ലൈനുള്ളിടത്ത് ബ്രേക്ക് തന്നെത്താനെ അപ്ലൈ ആവും. പക്ഷേ നമ്മുടെ റോഡിൽ എല്ലായിടത്തും ലൈനില്ല. അപ്പൊ പിന്നെ വണ്ടി പോയിരിക്കും. കുറേ പാടുകൾ അതാണ് പറഞ്ഞത്. റോഡിന്റെ സിസ്റ്റം തകരാറിലാണ്, നമ്മുടെ ആൾക്കാരുടെ സിസ്റ്റവും തകരാറിലാണ്. യൂസ്ഡായിപ്പോയി. എതിലെ കൂടി വേണമെങ്കിലും കയറി വരും. ആർക്ക് മുൻഗണന കൊടുക്കണമെന്നില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ആർക്കൊക്കെ മുൻഗണന കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രായോഗികമാക്കണില്ല. അമ്മ, അതുപോലെ ഇപ്പൊ നമുക്ക് ഹെവി ലൈസൻസ് ഉള്ള ഒരാളിന് ഇന്നത്തെ കാലത്തുള്ള ഒരു ജോലി സാധ്യതകൾ വളരെ വലുതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ജോലി സാധ്യത എല്ലാ എക്യുപ്മെന്റ്സിനും, ഹെവിക്ക് തന്നെയല്ല, ഈ ട്രെയിലറൊക്കെ ഇല്ലേ, ട്രെയിലറിലൊക്കെ ധാരാളം ചാൻസസ് ഉണ്ട്. ഈ പുറത്തോട്ട് പോകാൻ ഇന്റർവ്യൂവിന് വന്നവരൊക്കെ ട്രെയിലർ ഓടിക്കുന്നവരെയാണ് കൂടുതൽ അവർക്ക് വേണ്ടത്. ഫോർക്ക് ലിഫ്റ്റ്, നമ്മുടെ നാട്ടിലും വിദേശത്തും അതുപോലെ തന്നെ സാധ്യത എല്ലായിടത്തും സാധ്യതകളുണ്ട്. അമ്മ, ഇപ്പൊ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ കൊണ്ടുപോകുമ്പോഴേ നമ്മൾ നേരിടുന്ന കുറെ വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും എന്തോരം വെല്ലുവിളികളുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതിലൊന്നും ഒരു കുറവുമില്ല. പക്ഷെ അതിന് നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ പിള്ളേരൊക്കെ നമ്മൾ ഈ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കും. അത് 1 ഇയർ കോഴ്സ്, 6 മന്ത് കോഴ്സ്, അങ്ങനെയുള്ള DH, അങ്ങനെ കുറെ, പിന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളുണ്ട്. അതിനൊക്കെ മാത്രമേ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കൂ. മറ്റത് ഗവൺമെന്റിന്റെ ലൈസൻസ് അല്ലേ കിട്ടുക. സാധാരണ ഒരു ട്രെയിലർ ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നവർ അവർ ജസ്റ്റ് പഠിച്ച് ലൈസൻസ് എടുത്തു പോകും. സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ വരില്ലേ? അപ്പൊ അമ്മയെ കാണണമെന്നൊക്കെ ആഗ്രഹം പറയാം. ധാരാളം പഠിക്കണവരും വരും. പഠിപ്പിക്കുന്നതിൽ കൂടുതൽ പഠിക്കുന്നത് പുറത്തുനിന്നൊക്കെ വന്നത്. ഇപ്പൊ പല ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് അവര് ഇത് മീഡിയയിലൊക്കെ കൊടുത്തേക്കണോണ്ട് അവർ ആ നമ്പർ നോക്കിയിട്ടായിരിക്കും വിളിച്ചു തന്നെ. അപ്പൊ മിക്കവരും കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ആഫ്രിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പഠിച്ചിട്ട് പോയി. അയാൾ ഇവിടെ എവിടെയോ എറണാകുളത്ത് എവിടെയോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പഠിച്ചിട്ട് പോയിട്ട് അത് പഠിച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പഠിച്ചത്. ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല പുള്ളിക്ക്. ലൈസൻസ് എടുക്കാൻ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിവിടെ ശരിയാവില്ല, കാലതാമസം ഉണ്ട്. അതുകൊണ്ട് അവർ പഠിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് എന്നോട് കൂടെ ഫോട്ടോ എടുത്ത് അവരുടെ അമ്മേനെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത്, അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. പുറത്തുനിന്നൊക്കെ വന്ന് പഠിച്ചിട്ട്, കർണാടകയിൽ നിന്നാണെന്ന് തോന്നണം. ആ ഒരു ഫാമിലി വന്ന് പഠിച്ചിട്ട് വരാ. അച്ഛൻ, അമ്മ, മകൻ, ഒരു കൊച്ചുമോനും ഉണ്ടായി. അവൻ ചെറുതാണ്. അവനെ ലോഡ്ജിൽ ഇരുത്തിയിട്ട് ഇവർ 3 പേരും വന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് അവർക്കൊന്നും ലൈസൻസ് എടുത്ത് കൊടുക്കാനാവില്ല. ചുരുങ്ങിയ കാലയളവിൽ പഠിക്കാൻ പറ്റുന്നവരാ. ചിലര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊരു പ്രശസ്തിയിലേക്ക് എത്തുമ്പോ ചിലര് പറയാലോ ഇദ്ദേഹത്തിന് ജാടയായിപ്പോയെന്നൊക്കെ. അമ്മയ്ക്ക് അങ്ങനെ വല്ലതും ഉണ്ടെന്ന് ആരെങ്കിലും? ഇല്ല, ഒരിക്കലും പറയണ കേട്ടിട്ടില്ല. എപ്പോഴും ഞാൻ ഇപ്പൊ ഈ 2-3 ദിവസം വൃശ്ചിക പുലരി ആയിരുന്നല്ലോ, അപ്പൊ നിർമാല്യം തൊഴാനൊക്കെ പോയപ്പോ മണി ചേച്ചി ഇങ്ങനെ ഒരു ജാടയില്ലാത്തൊരു സിംപ്ലി ആയിട്ടുള്ള ആളാ, അതാണ് ഞങ്ങക്ക് കൂട്ടുകൂടാൻ തോന്നണെന്ന് അവര് പറയലുണ്ട്. അമ്മ ശരിക്കും ആലപ്പുഴ ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ചേർത്തല എന്നല്ല, ഇങ്ങോട്ട് ഈ അറ്റത്താണ് അരുക്കുറ്റി എന്ന് പറയണ വടുതല. അത് ഗ്രാമം. അന്നൊന്നും ഞങ്ങളുടെ അവിടെ വണ്ടിയേ ഇല്ല. വണ്ടിയൊക്കെ കാണുന്നത് തന്നെ ഞാൻ ഈ കൊച്ചിയിൽ വന്നിട്ടാണ്. കാറ് ഒക്കെ കാണണം. ഞങ്ങളുടെ പ്രദേശത്തോട്ട് വന്ന് അന്ന്
ഇപ്പൊ എല്ലാ വണ്ടികളും എല്ലാ വീട്ടിലും വണ്ടിയുണ്ട്. അന്നൊന്നും ഞങ്ങളുടെ പ്രദേശത്തോട്ട് കാറൊന്നും വരാൻ പറ്റിയ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അപ്പൊ അന്ന് പഠിച്ചത് അംബാസഡറിലാണോ? അന്നൊക്കെ അംബാസഡർ ആണ് കൂടുതലും. എല്ലാ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഫിയറ്റ് എടുക്കും, അല്ലാത്തവരാണെങ്കിൽ അംബാസഡർ. അതിന്റെ വളയം പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലോ. ഇന്നിപ്പോ സ്മൂത്ത് ആണല്ലേ? സ്മൂത്താണ്. അന്ന് ബസ് ഓടിക്കുമ്പോഴും വളയം സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാനായിട്ട് നല്ല പാടാണ്. ഇപ്പൊ എല്ലാം പവർഫുൾ ആയത് കൊണ്ട് സ്റ്റിയറിങ്ങിനൊന്നും പാടില്ല. നെഞ്ചു പോകുന്നാണ് അന്ന് ലോറി ഡ്രൈവർമാരെ പറയണത്. അവൻ നെഞ്ചു കലങ്ങിയിട്ടാണ്. അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ അമ്മയ്ക്കും ആ ഒരു സ്ട്രഗിളും സ്ട്രെയിനും ഒക്കെ ഭയങ്കര. അന്ന് ഇവിടുന്ന് ചേർത്തല വരെ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ചേർത്തലയിലാണ് ഹെവിയുടെ ടെസ്റ്റ് കൊടുത്തത്. അന്ന് ചേർത്തലയിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്ര വരെ ഓടിക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിലേക്കൊക്കെ വരാൻ ഇപ്പൊ ഇതെന്നല്ല, ഏതൊരു കാര്യവും ചെയ്യാൻ ഭയങ്കര മടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലേ നമുക്കൊരു മനസ്സുണ്ട്, ഒരു മടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടിയാണ് ചെയ്യണേന്ന് തോന്നണം. വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്കത്. ഇപ്പൊ വീട്ടുജോലിയാണെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ചെയ്യണമെങ്കിൽ എനിക്കതൊരു ഇഷ്ടം ഉണ്ടാവും. അതേസമയം വേറൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യണമെങ്കിൽ ഒരു മടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ മടിക്കാതെ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മുടെ പൂർണ്ണ സപ്പോർട്ട് ആ പ്രവൃത്തിയിൽ ഉണ്ടാവണം. അതെ, എന്നാലും മാത്രമേ നമ്മള് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവുള്ളൂ. ചെയ്യാൻ പറ്റണതിൽ നമ്മൾ മുഴുവനായിട്ട് അർപ്പിക്കുക. ഒരുപാട് പേര് ഇത് വാക്കുകളിലൂടെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അമ്മ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ച ഒരാളിന്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതെന്തായാലും അമ്മയുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാനും ഇതൊക്കെ സംസാരിക്കാനും പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇനിയും ഉയരങ്ങളിൽ ഇതിലും വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.